അങ്ങനെ കുറേ നാളായിട്ട് ഉണ്ണി എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അച്ഛാ കുന്നോളം പാർക്കിൽ കൊണ്ടുവന്നിട്ടാ. അങ്ങനെ ഞാൻ ദേവുട്ടി ഉണ്ണിയും കൂട്ട് കുന്നോളം പാർക്കിലെത്തി. സൺഡേ വൈകിട്ടാണ് കേട്ടോ. ദേവുട്ടി ഉണ്ണിയും കൂട്ട് കുറച്ച് നാൾ മുന്നേ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ രണ്ടായിട്ട് കുറേ നാളായി പോകണമെന്ന് വിചാരിച്ചത്. എന്നിട്ട് ഞായറാഴ്ച പോയതാണ്. സുന്ദരിമണി ഓരോ സ്ഥലങ്ങളും കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ ഞായറാഴ്ചയും വൈകിട്ടൊന്ന് ജ്യൂസ് കുടിക്കാൻ പോവും, പിന്നെ എന്തെങ്കിലും അങ്ങനെ കഴിക്കാൻ അങ്ങനെ പോവും. അങ്ങനെയാണ് ചെയ്യാറ്. പാർക്കിക്കൊന്നും പോകാറില്ല. കാരണം ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ ചിലപ്പോൾ 6 മണി 6:30 ആവും ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉണ്ണി വിളിച്ചിട്ട് എണീക്കുക. എന്നിട്ട് ഞങ്ങൾ 500 പോയിട്ട് ജ്യൂസ് കുടിക്കും, അല്ലെങ്കിൽ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കും. പോണു ആശാപ്പുറത്തേക്ക്. അവിടെ ചെറിയൊരു കുളം പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു പുതിയൊരു സാധനം കണ്ടു. ഞാൻ മുന്നേ എപ്പോഴോ കൊണ്ട് വന്നപ്പോൾ ഇത് കണ്ടതായിട്ട് എനിക്ക് കുറേ കാലം മുന്നെയാണ് വന്നപ്പോൾ കണ്ടതായിട്ട് ഓർമ്മയില്ല. കുട്ടികൾ അങ്ങനെ ചാടുമ്പോൾ ഇങ്ങനെ പൊന്തണ പോലത്തെ റബ്ബർ ചുറ്റും നെറ്റൊക്കെ ഇട്ടിട്ടുള്ള സംഭവം. ഇവിടെ ഈ കാണുന്ന ഭാഗം ഓപ്പണാണ്. ഇതിപ്പോൾ ഞങ്ങൾ എന്നിട്ട് കുറച്ച് നേരം വന്നപ്പോൾ അത് അടച്ചിട്ടുണ്ട് കേട്ടോ. രസമുണ്ടല്ലേ, കുട്ടികൾ കിടന്ന് ചാടുമ്പോൾ വീണാലും വലിയ കുഴപ്പമില്ല റബ്ബറായാലും. എവിടെ സുന്ദരിമണി കാണാമല്ലോ. ഹായ് ഒരു പയ്യ അവിടെ നോക്കുന്നുണ്ട്, വീഡിയോ നോക്കുന്നുണ്ട്. ദേവുട്ടിയുടെ സുന്ദരിമണിയുടെ ചെറിയൊരു കുളം പോലത്തെ കേട്ടോ. നല്ല രസമുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ ഇപ്രാവശ്യം അധികം നേരം വൈകിയില്ല, കുറച്ച് നേരത്തെ ഇറങ്ങി. നേരത്തെ പറഞ്ഞൊരു 5 മണി കഴിഞ്ഞിട്ടോ. കുട്ടികളൊക്കെ കുഞ്ഞാലാടുണ്ട്. ദാ സുന്ദരിമണി, ഞാൻ സുന്ദരിമണിയും കൂടിയിട്ട് സുന്ദരിമണി മതി നിർത്തിയിട്ട് ഇതാക്കുക. ദേവുട്ടി വന്നു ദാ അമ്മയും മോളും. ആരെ കുട്ടി ഇതിലിപ്പോൾ. ദേവുട്ടി സുന്ദരിമണി നന്നായി അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തു. ഞാൻ കുറച്ച് നേരം ക്രിക്കറ്റ് കളിയൊക്കെ കണ്ടിട്ട് ഫുൾ എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത്.